നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വേനൽ ചൂട് കഠിനമായി തുടരുന്ന പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലും താപനില കുതിച്ചുയരുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില 40 ഡിഗ്രിക്ക് അടുത്താണ് രേഖപ്പെടുത്തിയത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലാ അതിർത്തിയായ നാടുകാണിയിൽ വാഹന പരിശോധന കർശനമാക്കി. നിലമ്പൂർ വഴി ഊട്ടി, മൈസൂർ, ഗൂഡല്ലൂർ എന്നിവിടങ്ങളിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ അതിർത്തിയിലെ ഈ നിയന്ത്രണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ പണം അനുവദിക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് UDF അംഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിലമ്പൂരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ ജില്ലാശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പൊട്ടിയ വാട്ടർ അതോറിറ്റി പബ്ലിക് ടാപ്പ് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ട് 1 മാസം കഴിഞ്ഞിട്ടും നടപടിയായില്ല. ഗുരുതര അനാസ്ഥയെന്നും വിമർശനം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വേനൽ ചൂട് കഠിനമായി തുടരുന്ന പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലും താപനില കുതിച്ചുയരുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില 40 ഡിഗ്രിക്ക് അടുത്താണ് രേഖപ്പെടുത്തിയത്. ജില്ലയിലെ പ്രധാന കേന്ദ്രമായ കരിപ്പൂരിൽ 34.6 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്നലെ അനുഭവപ്പെട്ടത്. വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിക്കുമെന്നും അന്തരീക്ഷത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാലാവസ്ഥ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നും നാളെയും മറ്റന്നാളും ജില്ലയിൽ ഉയർന്ന താപനില തുടരുവാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. അന്തരീക്ഷത്തിലെ ഉയർന്ന ആർദ്രത കാരണം അനുഭവപ്പെടുന്ന ചൂട് യഥാർത്ഥ താപനിലയേക്കാൾ കൂടുതലായിരിക്കും എന്നതാണ് നിലവിലെ പ്രധാന വെല്ലുവിളി. ഇത് ശാരീരികമായ അസ്വസ്ഥതകൾക്കും തളർച്ചയ്ക്കും കാരണമായേക്കാം. കടുത്ത ചൂട് കണക്കിലെടുത്ത് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. നിർജ്ജലീകരണം തടയുവാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലാ അതിർത്തിയായ നാടുകാണിയിൽ വാഹന പരിശോധന കർശനമാക്കി. നിലമ്പൂർ വഴി ഊട്ടി, മൈസൂർ, ഗൂഡല്ലൂർ എന്നിവിടങ്ങളിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ അതിർത്തിയിലെ ഈ നിയന്ത്രണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തമിഴ്നാട് പോലീസും റവന്യൂ വകുപ്പും ചേർന്നുള്ള പ്രത്യേക സംഘമാണ് ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂറും പരിശോധന നടത്തുന്നത്. നിയമവിരുദ്ധ വസ്തുക്കളും ലഹരി പദാർത്ഥങ്ങളും അതിർത്തി കടക്കുന്നത് തടയുന്നതിനൊപ്പം വോട്ടർമാരെ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള പണം, മദ്യം, സമ്മാനങ്ങൾ എന്നിവ പിടികൂടുകയാണ് ലക്ഷ്യം. മതിയായ രേഖകളില്ലാതെ 50,000 രൂപയിൽ കൂടുതൽ കൈവശം വച്ചാൽ ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കും. ബിസിനസ് ആവശ്യങ്ങൾക്കായി പണം കൊണ്ടുപോകുന്നവർ കൃത്യമായ ബില്ലും ഇൻവോയ്സും കരുതണം. കൂടാതെ സ്വർണം കൈവശമുള്ളവർ അതിന്റെ ബില്ലും കൂടെ കരുതേണ്ടതാണ്. ഏപ്രിൽ 23-നാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. മെയ് 4-ന് വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ അതിർത്തിയിൽ ഈ കടുത്ത പരിശോധന തുടരും. അതിനാൽ വിനോദസഞ്ചാരികളും സ്ഥിരം യാത്രക്കാരും അനാവശ്യ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ രേഖകൾ കൈവശം വെക്കണം. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ പണം അനുവദിക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് UDF അംഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സമരം ഫ്ലക്സിനും ബോർഡിനും കോടികളുണ്ട്, പദ്ധതികൾക്ക് പണമില്ല. UDF സിന്ദാബാദ്. വാഗ്ദാനത്തിൻ പെരുമഴയുണ്ട്, പദ്ധതികൾക്ക് പണമില്ല. പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനം. ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിൽ നടപടി വൈകിപ്പിക്കുന്നുവെന്നും വിമർശനം. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 2025-26 വർഷത്തെ ബജറ്റിൽ പണം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചാലിയാർ പഞ്ചായത്ത് UDF ഭരണസമിതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 25-26 വർഷത്തെ പദ്ധതി വീതം ഗവൺമെന്റ് വെട്ടിക്കുറക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ മാർച്ച് 31-നുള്ളിലായിട്ട് എക്സ്പെൻഡിച്ചർ ആക്കേണ്ട പല പദ്ധതികളും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കാരണം
പ്രത്യേകിച്ച് സെക്രട്ടറിക്ക് 20 പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരൊറ്റ പദ്ധതി മാത്രമാണ് 2 കോടി ഉറുപ്പികയായിരുന്നു പഞ്ചായത്തിലെ പദ്ധതി നിർവഹവുമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലുണ്ടായിരുന്നു. അതാകെ KSEBിൽ ഒരു 30 ലക്ഷം ഉറുപ്പിക അടച്ചു എന്നല്ലാതെ ബാക്കിയുള്ള പണം മുഴുവനും വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ASന്റെ 18 പദ്ധതികൾ ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയാതെ ഈ പ്രാവശ്യം ഈ പുതിയ ഭരണസമിതിയെ ഇതിന്റെ കുറ്റങ്ങൾ മുഴുവൻ ചാർത്തിക്കൊണ്ട് പദ്ധതി വീതം തരാതെ ഗവൺമെന്റ് ഒരു കെടുകാര്യസ്ഥത നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടില്ലാത്തതിനാൽ ഭിന്നശേഷിക്കാരുടെ ഉൾപ്പെടെ ആനുകൂല്യ വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവരുടെ അനാസ്ഥ മൂലം അനുവദിക്കപ്പെട്ട പദ്ധതികൾ പോലും നടപടിയില്ലാതെ കിടക്കുകയാണ്. 20 പദ്ധതികളുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ട ഉദ്യോഗസ്ഥർ ആകെ നടപടിയെടുത്തത് KSEBിയുടെ 30 ലക്ഷം രൂപയുടെ ഫയലിൽ മാത്രമാണ്. അത് മഞ്ജു അനിൽ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ ഇടപെടലുകളുടെ ഫലമായാണ്. പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കുൾപ്പെടെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ബോധപൂർവ്വം വൈകിപ്പിക്കുകയാണ് ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ചില ഉദ്യോഗസ്ഥർ പദ്ധതികൾ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നതെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് തോണിക്കടവൻ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മഞ്ജു അനിൽ, അച്ചാമ്മ ജോസഫ്, അംഗങ്ങളായ ബഷീർ കാട്ടുമുണ്ട, തോമസ് കുരുവിള, നസ്രിയ ഷംസു, നസീമ, പ്രവീണ സുരേഷ് എന്നിവർ സംസാരിച്ചു. നിലമ്പൂരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. KNG റോഡിൽ പോസ്റ്റ് ഓഫീസിന് സമീപമാണ് അപകടമുണ്ടായത്. നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ എതിർഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർ നിലമ്പൂർ മണലുടി സ്വദേശി കുമാരൻ, ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന കരുളായി സ്വദേശിനി വിലാസിനി എന്നിവർക്കാണ് മുഖത്തും കാലിനുമായി ഗുരുതര പരിക്കുകളേറ്റത്. എയർ ബാഗ് പ്രവർത്തിച്ചതിനാൽ കാറിൽ യാത്ര ചെയ്തിരുന്നവർക്ക് വലിയ പരിക്കേറ്റിട്ടില്ല. ഇന്ന് വൈകിട്ട് 4:30 അപകടം. പൊട്ടിയ വാട്ടർ അതോറിറ്റി പബ്ലിക് ടാപ്പ് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ട് 1 മാസം കഴിഞ്ഞിട്ടും നടപടിയായില്ല. ഗുരുതര അനാസ്ഥയെന്നും വിമർശനം. കഴിഞ്ഞ 1 മാസത്തോളമായി കുടിവെള്ളക്ഷാമം നേരിടുന്ന പാണ്ടിക്കാട് തമ്പാനങ്ങാടിയിൽ പൊതു ടാപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒലിച്ചു പോവുകയാണ്. ഇവിടെ ഞാൻ ഇരിക്കാൻ പോകുന്ന പ്രശ്നം രൂക്ഷമായ വരൾച്ചയുടെ സമയത്ത് ഇതുപോലെ രൂക്ഷമായ പ്രശ്നങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കാണാം എങ്ങനെ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അല്ല, ഞങ്ങൾ ഇത്ര രൂക്ഷമായ വരൾച്ച ഇത്ര ദിവസം ഉണ്ടായിട്ട് നിങ്ങൾക്കത് പരിഹരിക്കാൻ വേണ്ടി അവിടെ വരാൻ കഴിയില്ല. നിങ്ങൾക്കത് വരാൻ കഴിയില്ല. നിങ്ങൾക്ക് വരാൻ കഴിയില്ല. നിങ്ങൾ വാട്ടറിൽ ശീതീകരിച്ചതിൻ്റെ ഉള്ളിൽ കുടിക്കണം. ജനങ്ങൾക്ക് വെള്ളം കുടിക്കണം, വെള്ളം തിരഞ്ഞെടുക്കുന്നേ. നിങ്ങൾ ഈ ശീതീകരിച്ചതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള പണി എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര സമയം ഓവർസിയർ പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് നടത്തില്ല? നമ്മൾ നടത്തില്ല. എനിക്കൊരു മറുപടി കിട്ടാതെ പോകില്ല. നിങ്ങൾ ജനങ്ങളായിട്ടാ വരുന്നത്. പ്രക്ഷോഭം നടത്തിയിട്ടും ഇതിന് പരിഹാരമില്ലാതെ തീരുമാനം ഉണ്ടാവില്ല. നിങ്ങളും കൂടെ ഇരിക്കട്ടെ, ഞാനും പോകില്ല. കുടിവെള്ളമില്ലാതെ നിങ്ങൾ ഇവിടെ ഈ ഇരുന്ന് സമയം കണ്ട പ്രശ്നം നടക്കൂലാണ്. ജനങ്ങളിലെ പറയുന്നത് നടക്കൂലാണ്. നിങ്ങൾ നാടകം നടക്കൂല. നിങ്ങൾക്ക് ഇവിടെ വിളിച്ച് വളരെ നിങ്ങൾ കുടിക്കുവോ? എന്ത് പറയുന്നത്? എത്ര ദിവസമായി എത്ര ദിവസമായി പ്രശ്നം തന്നെയാണ്. പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലോ എങ്ങനെ തന്നെയല്ല അതൊക്കെ എങ്ങനെ സംസ്കാരം 1 മാസമായി ജനങ്ങളെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെ ഇവിടെ കറങ്ങാൻ സെന്ററിൽ പ്രസിഡന്റിനെ പഠിപ്പിക്കണ്ട. ഞാൻ പ്രസിഡന്റിനെ സംസ്കാരം എന്താ കണക്ക ഇത് തീരുമാനം നടക്കൂല. ഇയാളുടെ കറങ്ങാൻ സെന്ററോ ആ കറക്കും നടക്കൂല. പ്രസിഡന്റ് ഞാൻ പറഞ്ഞു എനിക്ക് ആ പ്രസിഡന്റ് അറിയില്ല. എപ്പോഴും പറഞ്ഞോ ഇങ്ങോട്ട് വാ പോരെ. അത് തീരുമാനം പോകും. ഈ പോകില്ല ആദ്യം മനുഷ്യരുടെ പ്രശ്നമാണ്. ജനങ്ങളോട് സംസാരിക്കാൻ ആദ്യം പഠിക്കും. ഞാൻ സംസാരിക്കുന്നത് ശരിക്കും ഇച്ചിരി കണ്ടൂരിലെ വാട്ടർ അതോറിറ്റി ഓഫീസ് എക്ക് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR രോഹിനാഥ് വാട്ടർ അതോറിറ്റിയുടെ വണ്ടൂരിലുള്ള സെഷൻ ഓഫീസിലെത്തി. പലതവണ പറഞ്ഞിട്ടും പ്രശ്നം പരിഹരിച്ചില്ല. ഇക്കാര്യം പറയുവാനായി അനവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരുമായി ബന്ധപ്പെട്ടു. എന്നാൽ കൃത്യമായ മറുപടി നൽകുവാനോ പലപ്പോഴും ഫോൺ എടുക്കുവാനോ അധികൃതർ തയ്യാറായില്ല എന്നാണ് പ്രസിഡന്റ് PR രോഹിനാഥിന്റെ പരാതി.
ഇതോടെയാണ് വണ്ടൂരിലുള്ള വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി AETP അബ്ദുൾ റൌഫിന് മുൻപിൽ പ്രസിഡന്റ് പൊട്ടിത്തെറിച്ചത്. അതേസമയം കാളികാവിൽ പ്രവൃത്തി ഉള്ളതിനാലാണ് പോകാൻ സാധിക്കാതിരുന്നതെന്നും നാളെ തന്നെ പാണ്ടിക്കാട്ടെ പ്രശ്നം പരിഹരിക്കുമെന്നും AETP അബ്ദുൾ റൌഫ് പറഞ്ഞു. ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ സമ്മേളനം ചൊവ്വാഴ്ച നടക്കും. എടക്കര പാലത്തിങ്കൽ കാരാടൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലയുടെ സമ്മേളനമാണ് ഈ വരുന്ന ഏപ്രിൽ 21 ചൊവ്വാഴ്ച എടക്കര കാരാടൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, ഒന്ന്, ഈ ടയർ മേഖലയെ ഒരു അവശ്യ സർവീസായി സർക്കാർ പരിഗണിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴും മഹാമാരിയായ രോഗങ്ങൾ ഉണ്ടാകുമ്പോഴുമൊക്കെ വളരെ കൃത്യമായി അതിനു വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും നൽകിയ ഒരു സംഘമാണ് ടയർ വർക്കേഴ്സ്. ജീവിത വ്യവഹാരങ്ങൾക്കനുസൃതമായി തൊഴിൽ വേതനം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ നിർമ്മിതിയിൽ തന്നെ മുഖ്യമായ പങ്ക് വഹിക്കുന്ന ഒരു സംഘം എന്നുള്ള നിലക്ക് നമ്മൾ പുനർനിശ്ചയിച്ച ആ ഒരു വേതനം അത് നൽകുവാൻ വേണ്ടി പൊതുസമൂഹവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകളും അതിന് തയ്യാറാവുക എന്നുള്ളതാണ്. സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ട്രഷറർ അമാനുള്ള ഉള്ളണമാണ് അതിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത്. പിന്നെ ജില്ലാ നേതൃത്വം കരുണം ചങ്കരംകുളം, അതുപോലെ തന്നെ മേഖലാ നേതൃത്വം അഫ്സൽ വണ്ടൂർ, കുഞ്ഞാൻ ചുങ്കത്തറ, ഇത്തരം രതീഷ് പാലാട്, ഇത്തരം ആളുകളും അതിൽ പങ്കാളികളാവും. സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ അമാനുള്ള ഉള്ളടം മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. രാവിലെ 9:30 മുസ്ലിയാരങ്ങാടിയിൽ നിന്നും റാലിയായി പ്രതിനിധികൾ സമ്മേളന നഗരിയിൽ എത്തും. വൈകിട്ട് 4 വരെയാണ് സമ്മേളനം. ടയർ മേഖലയെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കുക, വൈദ്യുത ഉപയോഗത്തിന് നിരക്കിൽ ഇളവ് അനുവദിക്കുക, അപകട സാധ്യത ഏറെയുള്ള തൊഴിൽ മേഖല ആയതിനാൽ സർക്കാർ ധനസഹായത്തിൽ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെയും ഉൾപ്പെടുത്തുക, തൊഴിൽ വേതന നിരക്കുകൾ പുനർനിർണ്ണയിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞാൻ ചുങ്കത്തറ, അഫ്സൽ നാലകത്ത്, രതീഷ് പാലാട്, പോൾ സൈമൺ മാമ്പോയിൽ, ബാബു മുണ്ടേരി, ജംഷീർ മമ്പാട് എന്നിവർ പങ്കെടുത്തു. ഓട്ടോ തൊഴിലാളിയായ കൂരാട് സ്വദേശിക്ക് സൂര്യാഘാതം. പൂക്കോട്ടുംപാടത്ത് ഓട്ടോ ഓടുന്ന കൂരാട് സ്വദേശി ജുനൈദിനാണ് കഴിഞ്ഞ ദിവസം സൂര്യാഘാതമേറ്റത്. ഞാൻ ഓട്ടോ തൊഴിലാളിയാണ്. ഞാൻ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഓട്ടോ ഓടിച്ച് വന്നപ്പോഴാണ് ഇത് അനുഭവപ്പെട്ടത്. ചെറിയ നീറലാണ് ആദ്യം ഉണ്ടായത്. പിന്നെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോഴാണ്, ഇത് കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് ഇതിങ്ങനെ പൊള്ളിയത് അനുഭവപ്പെട്ടത്, കണ്ണാടിയിൽ കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ പിന്നെ ഡോക്ടറെ പോയി കാണിച്ച് അപ്പോൾ ഒരു പൊള്ളലാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഓട്ടോ ഓടിച്ച് തിരിച്ചു വരുന്ന സമയത്താണ് കഴുത്തിലും നെഞ്ചിലും നീറ്റൽ അനുഭവപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് പൊള്ളലേറ്റതായി മനസ്സിലായത്. ഉടൻ തന്നെ ഡോക്ടറെ കാണുകയും സൂര്യാഘാതമേറ്റതാണെന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുകയും ചെയ്തു. ചുങ്കത്തറ സ്വദേശി ആലുവ പുഴയിൽ മുങ്ങി മരിച്ചു. MES കോളേജ് വിദ്യാർത്ഥി ആരോൺ ഷാജി എന്ന 19-കാരനാണ് മരിച്ചത്. ആലുവ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. ചുങ്കത്തറ കാട്ടിച്ചിറ സ്വദേശിയാണ്. ആലുവ തുരുത്ത് ജമാഅത്ത് പള്ളിക്ക് സമീപം മറ്റ് 3 സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു. നിലമ്പൂർ PMSI കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ ഖാന ഗസാന എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. PMSI സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ധനസമാഹരണത്തിനായി കനോലി പ്ലോട്ടിൽ വെച്ചാണ് പരിപാടി നടത്തിയത്. നഗരസഭാ വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കൂമഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. PMSI സെക്രട്ടറി സഹീർ കാലടി, നഗരസഭാ കൌൺസിലർ മുംതാസ് ബാബു എന്നിവർ വിശിഷ്ട അതിഥികളായി. നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യമായ ഡയാലിസിസ് ചികിത്സ ഉറപ്പാക്കുന്ന PMSI ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിച്ചത്. ഭക്ഷ്യമേളയിലെ വിഭവങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾ സ്വന്തം വീടുകളിൽ നിന്നും പാചകം ചെയ്തു കൊണ്ടുവന്നതായിരുന്നു എന്നത് മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി. നാടൻ വിഭവങ്ങളും വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകളും എല്ലാത്തരം വിഭവങ്ങളും ഇവിടെ ലഭ്യമാക്കിയിരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.